തിരുവനന്തപുരത്ത് ആദ്യത്തെ BJP മേയറായി ആര് വരും എന്നുള്ളതാണ് ചോദ്യം. ഒരൊറ്റ ഉത്തരമാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അത് VV രാജേഷാണ്. VV രാജേഷിനോടൊപ്പം തന്നെ കരമന അജിത്തിന്റെ പേരും പറഞ്ഞു കേൾക്കുന്നു. അവിടെ ഡെപ്യൂട്ടി മേയർ വനിതാ സംവരണമാണ്. അതുകൊണ്ട് തന്നെ ശ്രീലേഖയെ പരിഗണിക്കാൻ സാധ്യതയുള്ളത് ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്കായിരിക്കും. അപ്പോൾ തിരുവനന്തപുരത്തിന്റെ ആദ്യത്തെ BJP മേയറായി VV രാജേഷിന് വഴി തെളിയുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. നമുക്കിപ്പം അശ്വിൻ ഡിയാഗോവുണ്ട്. അശ്വിൻ ഡിയാഗോ, വെരി ഗുഡ് മോർണിംഗ് അശ്വിൻ. തിരുവനന്തപുരത്തിന്റെ ആദ്യത്തെ BJP മേയർ ആവാനുള്ള ഭാഗ്യം VV രാജേഷിനെയാണ് കാത്തിരിക്കുന്നത്. RSS പച്ചക്കൊടി കാട്ടിയിരിക്കുന്നു. ഒപ്പം സംസ്ഥാന നേതൃത്വത്തിന് VV രാജേഷിനോട് ഇപ്പോൾ വലിയ അതൃപ്തിയില്ല. കരമന അജിത്ത് രംഗത്തുണ്ടായിരുന്നുവെങ്കിലും പൂർണ്ണമായിട്ടും ഇപ്പോൾ ചിത്രത്തിലുണ്ടോ എന്ന് സംശയമുണ്ട്. അപ്പോൾ VV രാജേഷ് ആയിരിക്കുമോ തിരുവനന്തപുരത്തിന്റെ നഗരപിതാവ്? സാധ്യതകൾ തെളിയുകയാണോ അശ്വിൻ? ഗുഡ് മോർണിംഗ് അരുൺ. ഏതാണ്ട് ചിത്രങ്ങൾ അങ്ങനെ തന്നെയാണ്. ആദ്യമായി ഒരു BJP മേയർ ഉണ്ടാകുന്നു. ആ മേയർ VV രാജേഷ് ആകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്നതും. നേരത്തെ R ശ്രീലേഖയുടെ പേരുകളും ഉയർന്നു വന്നിരുന്നുവെങ്കിൽ പോലും അവസാന ഘട്ടത്തിൽ ഇപ്പോൾ VV രാജേഷിന്റെ അനുഭവ സമ്പത്ത് മേയറാകുമ്പോൾ കൂടുതൽ സൗകര്യപ്രദമാകും, അല്ലെങ്കിൽ അത് കൂടുതൽ ഗുണം ചെയ്യും എന്നൊരു വിലയിരുത്തലാണ് ഉള്ളത്. അദ്ദേഹത്തിന് സംസ്ഥാന നേതൃത്വത്തിന്റെ പിന്തുണയുണ്ട്. ഇനി ദേശീയ നേതൃത്വമാണ് ഇതിലൊരു തീരുമാനം എടുക്കേണ്ടത്. ഉടൻ തന്നെ ഈ സസ്പെൻസ് അവസാനിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആദ്യം മുതൽ തന്നെ BJP ഇത്തരത്തിൽ മേയർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരുന്നില്ല. പക്ഷെ അപ്പോഴും അനൌദ്യോഗികമായി എല്ലാവരും പറഞ്ഞിരുന്നത് VV രാജേഷ് തന്നെയാകും എന്നുള്ളതാണ്. എന്തായാലും BJPയുടെ കണക്കുകൂട്ടൽ പ്രകാരം തന്നെ 100-ൽ 50 സീറ്റുകൾ നേടിയാണ് ഇപ്പോൾ കോർപ്പറേഷൻ ഭരണം BJP പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ VV രാജേഷ് തന്നെയാകാനാണ് സാധ്യത ഏറെയുമുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, R ശ്രീലേഖ വരുന്ന തെരഞ്ഞെടുപ്പിൽ, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കാനുള്ള സാധ്യതയുമുണ്ട്. മാത്രമല്ല ഈ വനിതാ ഡെപ്യൂട്ടി സ്ഥാനം, ഡെപ്യൂട്ടി മേയർ സ്ഥാനം, അത് ഒരു വനിതാ സംവരണമാണ്. അതുകൊണ്ട് തന്നെ ഡെപ്യൂട്ടി മേയറാകാനുള്ള സാധ്യതയുണ്ട് R ശ്രീലേഖയ്ക്ക് എന്നുള്ളതാണ്. മേയറാക്കി കഴിഞ്ഞാൽ മേയറും ഡെപ്യൂട്ടി മേയറും വനിതകളായി പോകും എന്നൊരു വിലയിരുത്തൽ കൂടി ഉണ്ടായിരുന്നു. എന്തായാലും കഴിഞ്ഞ ഈ കോർപ്പറേഷനിൽ VV രാജേഷിന്റെ നേതൃത്വത്തിൽ നടന്ന സമരങ്ങൾ, VV രാജേഷിന്റെ നേതൃത്വത്തിൽ നടന്ന പോരാട്ടങ്ങൾ, അതിന് ഒരു സമ്മാനമായി തന്നെ മേയർ സ്ഥാനം അദ്ദേഹത്തിന് നൽകും എന്നുള്ളതാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല ജില്ലാ അധ്യക്ഷൻ കൂടിയായിരുന്നു അദ്ദേഹം എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ഈ അനുഭവ സമ്പത്ത് എന്തായാലും മേയറാകാനുള്ള ഒരു ക്രൈറ്റീരിയ തന്നെയാണ് എന്നുള്ള വിലയിരുത്തലാണ് പാർട്ടിയുമുള്ളത്. എന്തായാലും ഇത് സംബന്ധിച്ച സസ്പെൻസ് ഉടൻ തന്നെ അവസാനിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉടൻ തന്നെ BJPയുടെ ആദ്യ മേയർ ആര് എന്നുള്ളതിൽ തീരുമാനമുണ്ടാകും. അത് VV രാജേഷ് തന്നെയാകാനുള്ള സാധ്യതയാണ് തെളിയുന്നതും. അരുൺ, ഓക്കെ, താങ്ക് യു. അങ്ങനെ തിരുവനന്തപുരത്തിന്റെ ആദ്യത്തെ BJP മേയറായിട്ട് വരാൻ പോകുന്നത് VV രാജേഷാണ്. അങ്ങ് ന്യൂയോർക്കിൽ ഈ ലോക മുതലാളിത്തത്തിന്റെ തലസ്ഥാനത്ത് ഒരു സോഷ്യലിസ്റ്റുകാരൻ വരുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ബാലറ്റിലൂടെ അധികാരത്തിൽ എത്തിച്ച സംസ്ഥാനത്തിന്റെ തലസ്ഥാനത്ത് ഒരു BJP മേയർ വരാൻ പോകുന്നു. അതും 4.5 പതിറ്റാണ്ടിന്റെ ഭരണം അവസാനിപ്പിച്ച് എന്നുള്ളതാണ് ചെറിയ കളിയല്ല. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ലേബി കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും. ലേബി, വെരി ഗുഡ് മോർണിംഗ് ലേബി. അപ്പോൾ കൊച്ചിയിലെ മേയറുടെ കാര്യത്തിൽ ഏറെക്കുറെ ഒരു ധാരണയായിട്ടുണ്ടെന്ന് തോന്നുന്നു. എല്ലാ പേരുകളും എല്ലാവരും ഇപ്പോൾ ലേബി ദീപ്തി മേരി വർഗീസിലേക്ക് എത്തിയിട്ടുണ്ട്. VD സതീശൻ പക്ഷമാണെങ്കിലും ശരി, KC വേണുഗോപാൽ പക്ഷമാണെങ്കിലും ശരി, DCC ആണെങ്കിലും ശരി, ഇപ്പോൾ ദീപ്തി മേരി വർഗീസിന്റെ കാര്യത്തിൽ ഏകദേശം യോജിപ്പാണെന്ന് മനസ്സിലാക്കുന്നു. മറ്റു ചില പേരുകൾ കൂടി അവിടെ കേട്ടിരുന്നു. എന്താണ് സാധ്യത ലേബി? ദീപ്തിക്ക് തന്നെയല്ലേ ദീപ്തമായ കൊച്ചിയുടെ അടുത്ത 5 വർഷം നയിക്കാനുള്ള ഭാഗ്യം? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. ദീപ്തി മേരി വർഗീസ് എന്തുകൊണ്ടും മേയറാകാൻ യോഗ്യതയുള്ള ആൾ എന്ന് തന്നെയാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. കാരണം KSU കാലം മുതൽ വളർന്നു വന്ന നേതാവാണ്. അത് മാത്രമല്ല KPCC ജനറൽ സെക്രട്ടറിയാണ്. ഇപ്പോൾ സംസ്ഥാനത്ത് തന്നെ പ്രധാനപ്പെട്ട വനിതാ നേതാവുമാണ്. KC വേണുഗോപാലിന്റെ പിന്തുണയുള്ള നേതാവാണ് പാർട്ടിയിൽ. എങ്കിൽ പോലും ഈ ഘട്ടത്തിൽ മേയറാകുന്നതിൽ പ്രതിപക്ഷ നേതാവിന്റെ ആശീർവാദവും ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും ഈ ഘട്ടത്തിലും ഈ ചർച്ചകൾ അവസാനിച്ചിട്ടില്ല. അഡ്വക്കേറ്റ് VK മിനിമോളുടെ പേരും ഷൈനി മാത്യുവിന്റെ പേരും ഈ സമയത്ത് തന്നെ ഒരു വിഭാഗം ഉയർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചർച്ചകളൊന്നും പൂർണ്ണമായ ഘട്ടത്തിലേക്ക് എത്തിയിട്ടില്ല. എങ്കിൽ പോലും ഈ ഘട്ടത്തിലും പ്രാധാന്യം കൽപ്പിക്കുന്നത്, സാധ്യത പൂർണ്ണമായും കൽപ്പിക്കുക എന്നുള്ള സമയത്തേക്കാവുന്നുള്ളൂ. ഇനിയും ചർച്ചകളൊക്കെ പുരോഗമിക്കുകയാണ്. എങ്കിലും ദീപ്തി മേരിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ വരുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ ഡോക്ടർ. ഓക്കെ ലേബി, നമ്മൾ തൃപ്പൂണിത്തുറയിലെ കാര്യം കൂടി ഒന്ന് പ്രേക്ഷകരെ അറിയിച്ചിട്ട് പോകാം. തൃപ്പൂണിത്തുറയിൽ എന്തെങ്കിലും സാധ്യതയുണ്ടോ BJPയെ ഭരണത്തിൽ നിന്ന് അകറ്റി നിർത്താൻ? അവിടുത്തെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിട്ട് വന്നു. ഇടതുപക്ഷം ഭരിച്ചിരുന്ന ഒരു മുനിസിപ്പാലിറ്റിയാണ്. അവിടെയാണ് വലിയ രീതിയിൽ BJP മുന്നേറ്റം നടത്തിയിരിക്കുന്നത്. കേവല ഭൂരിപക്ഷം ഇല്ല. ഏതെങ്കിലും തരത്തിൽ LDFും UDFിനും ഉള്ള സാധ്യതയുണ്ടോ? ഇന്നലെ ഷിയാസെന്ന് തള്ളിക്കളഞ്ഞു. CPMന്റെ അഭ്യർത്ഥനയൊന്നും ഇപ്പോൾ ഞങ്ങൾ പരിഗണിക്കുന്നില്ല എന്ന മട്ടിലായിരുന്നു പ്രതികരണം. എന്തെങ്കിലും സാധ്യതയുണ്ടോ BJPയെ തൃപ്പൂണിത്തുറയിൽ നിന്ന് അകറ്റി നിർത്താൻ?
ഡോക്ടർ ഞാൻ ഇവിടെ ഒരു രാഷ്ട്രീയ നാടകം തന്നെയാണ് അവസാന ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത്. ഈ ഘട്ടത്തിൽ DCC പ്രസിഡന്റ് അങ്ങനെ പറഞ്ഞെങ്കിൽ പോലും എനിക്ക് തോന്നുന്നില്ല അതിലേക്ക് തന്നെ ആയിരിക്കും എത്തുക എന്ന്. കാരണം ഇവിടെ തൃപ്പൂണിത്തുറ അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്താൻ പോവുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ BJPയിലേക്ക് ഭരണം പോവുകയാണെങ്കിൽ പൂർണ്ണമായും അത് കോൺഗ്രസിന് ക്ഷീണം ന്യൂനപക്ഷ വോട്ടുകളുടെ ഭാഗത്ത് നിന്നുണ്ടാകും എന്നുള്ള കാര്യം കൃത്യമായി ഇവിടെ നിന്നുള്ള നേതാക്കൾക്കറിയാം. അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ കൂടിയാലോചനകളൊക്കെ നടക്കുകയും ചെയ്യും. ഇതിലെന്തെങ്കിലും ഒരു രാഷ്ട്രീയ നാടകം നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഇവിടെ നിസ്സംഗമായി മാറി നിന്നുകൊണ്ട് CPM-നെ പുറത്തുനിന്നെങ്കിലും പിന്തുണയ്ക്കാതെ നിസ്സംഗമായി മാറി നിന്ന് രാഷ്ട്രീയ വിരോധം കാണിച്ചു നിൽക്കുകയാണെങ്കിൽ സ്വാഭാവികമായും BJP അധികാരത്തിലേറും. അങ്ങനെയെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതിന്റെ ഒരു മരട് പള്ളുരുത്തി ഭാഗങ്ങളൊക്കെ ന്യൂനപക്ഷ ബെൽറ്റാണ്. ഇവിടെ നിന്നൊക്കെയുള്ള തിരിച്ചടി കോൺഗ്രസിനുണ്ടാകും എന്നുള്ള ആശങ്ക ഈ ഭാഗത്തു നിന്നുള്ള നേതാക്കൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ മറിച്ചൊരു തീരുമാനം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഡോക്ടർ. ഓക്കെ, അപ്പോൾ പൂർണ്ണത്ര ഈശ്വരന്റെ നാട്ടിൽ BJP അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടി ഒടുവിൽ ഇന്ത്യ മുന്നണി ഒരുമിച്ച് ഒറ്റക്കെട്ടാകുമോ എന്നുള്ളതാണ് ചോദ്യം. കാത്തിരുന്ന് കാണാം നാടകാന്തം എന്ത് സംഭവിക്കുമെന്നുള്ളത്.